പ്രവാസി വോട്ട് ചെയ്ത ആൾക്കാരുടെ ഒട്ടുമിക്ക ആൾക്കാരുടെയും മുന്നേ ചെയ്തു പോയ ഒട്ടുമിക്ക ആൾക്കാരുടെയും അപ്ലിക്കേഷൻ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്ലിക്കേഷൻ നോട്ട് ഫൗണ്ട്. ഹായ്, നമസ്കാരം, ഏവർക്കും സ്വാഗതം. ഇന്ന് പറയാനുള്ളത് കുറച്ച് പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രത്യേകിച്ച് പ്രവാസികൾ. ഓക്കെ, ഇപ്പോൾ വോട്ടർ ലിസ്റ്റിൽ പേര് ചേർക്കേണ്ട ലാസ്റ്റ് ടൈം 22-ാം തീയതി എന്ന കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. ഏകദേശം 20-ാം തീയതി തന്നെ സൈറ്റ് കുറച്ച് പ്രോബ്ലങ്ങൾ ഉണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പ്രോബ്ലങ്ങൾ അതിന് മുന്നേ തുടങ്ങി, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളോട് പറയാൻ പോകുന്നത്, നിങ്ങൾ ഇതുവരെയായിട്ടും മെസ്സേജ് വരാത്ത ആൾക്കാർ, മീൻസ് ബൂത്ത് ലെവൽ ഓഫീസറെ അസൈൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടാവില്ല. ആപ്ലിക്കേഷൻ കൊടുത്ത ആൾക്കാരോട് ഞാൻ പറയുന്നത്, ആപ്ലിക്കേഷൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോട്, BLO വെരിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരോട് ഞാൻ പറയുന്നത്, അങ്ങനെയുള്ള ആൾക്കാരുടെ ജസ്റ്റ് ഞാൻ ഈ കാണിക്കുന്നത് പോലെ അവരുടെ മൊബൈൽ നമ്പർ വെച്ചിട്ട് ലോഗിൻ ചെയ്യാം. ഇനി ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ആ മൊബൈൽ നമ്പർ വെച്ചിട്ട് എന്തെങ്കിലും ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യുക. ഓക്കെ, സിമ്പിൾ സ്റ്റെപ്പാണ്. നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക, നമ്മളെ വോട്ടേഴ്സ് പോർട്ടലിൽ കയറുക, എന്നിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. അതിലേക്ക് OTP വരുന്നില്ലെങ്കിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ കയറി നിങ്ങളുടെ മൊബൈൽ നമ്പർ അടിക്കുക, നിങ്ങളുടെ പേര് ചോദിക്കുക, അടുത്ത ഘട്ടത്തിൽ ആ പേര് കൊടുക്കുക, കയറുക. അതിനുശേഷം ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ വരും. ഓക്കെ, ഒരു വീട്ടിലൊരു മൊബൈൽ നമ്പർ മതിയാവും, അത് വെച്ച് തന്നെ എല്ലാവരുടെയും ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു അക്കൗണ്ടത്തിന് എല്ലാവരുടെയും ആപ്ലിക്കേഷൻ നമ്പർ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാനിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ഈ പറയുന്ന മെത്തേഡിൽ, ഓക്കെ, ഇപ്പൊ ആപ്ലിക്കേഷൻ ഫോമിൽ പ്രവാസികളാണ് 6A ഉണ്ടാവാന്, അതല്ല ബാക്കിയുള്ള ആൾക്കാരാണെങ്കിൽ 6A ആണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ടിങ്ങിലെ അക്നോളജ്മെന്റ് നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, റൈറ്റ് സൈഡ് വലതുഭാഗത്ത് അല്ലെങ്കിൽ ഇടതുഭാഗത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ ഉണ്ടാവും. അപ്പോൾ അതിൽ പ്രവാസികളാണെങ്കിൽ ഫസ്റ്റ് പേജിൽ റൈറ്റ് സൈഡിൽ വലതുഭാഗത്താണ് ഉണ്ടാവുക. അപ്പോൾ ഒരു S തുടങ്ങുന്നുണ്ടാവും. ഏത് നമ്പറാണ് S തുടങ്ങാൻ? S110115. പിന്നെ വരുന്നൊരു അക്ഷരമാണ് O6A. ആ 6A ആണ് നമ്മുടെ ഫോം നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ 1501261200080. ഈ ഒരു സീരീസിലാണ് ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ടാവുക, അക്നോളജ്മെന്റ് നമ്പർ ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. 3 അക്ഷരങ്ങളാണ് ഉണ്ടാവുക. SOA ഇങ്ങനെ തുടങ്ങി 3 അക്ഷരങ്ങളാണ് ആപ്ലിക്കേഷൻ ഉണ്ടാവുക. ഈ O ആണോ 0 ആണോ എന്ന് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ അത് എൻ്റർ ചെയ്യുക, ആപ്ലിക്കേഷൻ ഫോർവേഡ് സെർച്ച് ചെയ്യുക. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് പ്രവാസി വോട്ട് ചെയ്ത ഒട്ടുമിക്ക ആൾക്കാരുടെയും മുന്നേ ചെയ്തു പോയ ഒട്ടുമിക്ക ആൾക്കാരുടെയും അപ്ലിക്കേഷൻ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. അപ്ലിക്കേഷൻ നോട്ട് ഫൗണ്ട്. ഓക്കെ, ഇനി കുറച്ച് ബാക്കിയുള്ള ആൾക്കാർ എങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടി കസ്റ്റമർ കെയറിൽ വിളിച്ചു നോക്കി. എന്നാൽ ഒറ്റ കാര്യമുള്ളൂ, ഇങ്ങനെ കാണിക്കുന്ന ആപ്ലിക്കേഷനുകൾ 2 ഓപ്ഷനുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യാം, എന്നിട്ട് വെയിറ്റ് ചെയ്യാം. അതിൽ നിങ്ങൾക്ക് പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്ത് അതിന് റീപ്ലേ വന്നു കഴിഞ്ഞാൽ മാറ്റി ചെയ്യാനാണ് പറയുന്നതെങ്കിൽ ആ സമയത്തിന് ശേഷം ആണ് വരുന്നത്, നിങ്ങൾക്ക് പിന്നെ പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല. അതല്ലേ പിന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ബെറ്റർ പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാന്ന് എന്നുള്ളതാണ് കാര്യം. ഓക്കെ, എന്തുകൊണ്ട് ഇത് പോയി, ആപ്ലിക്കേഷൻ നോട്ട് ഫൗണ്ട് എന്നല്ല കാണിക്കുക, ആപ്ലിക്കേഷൻ നമ്പർ കിട്ടി പക്ഷേ ആപ്ലിക്കേഷൻ നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ടെക്നിക്കൽ ഇഷ്യൂ ആണ്, നമുക്കതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല. സെൻട്രൽ മിനിസ്ട്രിയാണ് വെബ്സൈറ്റ് മുഴുവനും കൈകാര്യം ചെയ്യുന്നത്. നമുക്കതിൽ നിങ്ങളെപ്പോലെ ഒരു പോർട്ടൽ മാത്രമേ അതത് സംസ്ഥാനങ്ങൾക്കുള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ അവർ പറഞ്ഞത് സൈറ്റിൽ കുറച്ച് അപ്ഡേഷൻസ് ഇടയ്ക്കിടയ്ക്ക് നടന്നുകൊണ്ടിരിക്കും. അതിൽ പ്രധാനപ്പെട്ടാണ് പാസ്പോർട്ട് നമ്പർ പുതിയ സീരീസ് 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. സാധാരണ ഉള്ളത് ആദ്യത്തിൽ ഒരു അക്ഷരം, പിന്നെ ഒരു 5, 6 അല്ല 7 നമ്പറുകൾ ഉണ്ടാവാൻ. ഓക്കെ, 4 മുതൽ 7 വരെയുള്ള നമ്പേഴ്സാണ് ഉണ്ടാവാൻ. ഓക്കെ, ആ ഡിജിറ്റ് നമ്പർ എത്ര എണ്ണം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞാൽ 4 മുതൽ 7 വരെയുള്ള നമ്പേഴ്സ് അല്ല, അങ്ങനെയല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉണ്ടാവാൻ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ പാസ്പോർട്ട് നമ്പർ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇപ്പോൾ പുതുതായിട്ട് വരുന്നതിൽ 2 അക്ഷരങ്ങൾ വരുന്നുണ്ട്. ABCE എന്നൊക്കെ പറഞ്ഞ് 2 അക്ഷരങ്ങളാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. പക്ഷേ ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഒരക്ഷരം മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിൻ്റെയും കൂടി ഒരു അപ്ഡേഷൻ നടക്കുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആപ്ലിക്കേഷൻ ക്യാൻസലായി പോയതായിരിക്കാം എന്ന് അവർ പറഞ്ഞു. പക്ഷേ അവർക്കതിൽ ഉറപ്പില്ല. കസ്റ്റമർ കെയർ നമ്പർ 1950 ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എത്രയും വേഗം തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് നോട്ട് ഫൗണ്ട് എന്നാണ് കാണിക്കുന്നുണ്ടെങ്കിൽ, അതിലൊന്നും സ്റ്റാറ്റസ് ഒന്നും കാണിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുക.
ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്യുക, കിട്ടുന്ന ആപ്ലിക്കേഷൻ നമ്പർ സ്പോട്ടിൽ തന്നെ ഒന്നുകൂടി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്ത് നിങ്ങളെ സ്റ്റാറ്റസ് കാണിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യുന്ന പ്രോസസ്സ് ക്ലോസ് ചെയ്യുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇന്ന് ചെയ്ത ആപ്ലിക്കേഷനിൽ 4 ഇതേപോലെ നോട്ട് ഫൗണ്ട്, അല്ലെങ്കിൽ പിന്നെ 4 നോട്ട് ഫൗണ്ടാണ് കാണിച്ചത്, 2 സ്റ്റാറ്റസ് ഒന്നും കാണിക്കുന്നില്ല. ഈ സ്റ്റാറ്റസ് കാണിക്കാത്ത സൈറ്റ് എറർ ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും കസ്റ്റമർ കെയറിൽ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഇതൊന്നും കാണാനില്ല, നോട്ട് ഫൗണ്ടെന്നോ ഒന്നും കാണാനില്ല, അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ആ പറഞ്ഞ പോലെ ഒന്നുകൂടി മാറ്റി ചെയ്തോളൂ എന്ന് തന്നെയാണ് അവരും പറയുന്നത്. ഓക്കെ. ഇപ്പോൾ ഇത് എങ്ങനെ സംഭവിക്കുന്നു, എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം എനിക്ക് എന്തായാലും ഇതിൽ മനസ്സിലായിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ എത്രയും വേഗം മാറ്റി ചെയ്യാനാണ് ഞാൻ പറയുന്നത്. വേറൊന്നും കൊണ്ടല്ല, നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ എല്ലാ ആൾക്കാരും ഒന്ന് ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ തന്നെ ചെക്ക് ചെയ്യുക. ഞാനതിൻ്റെ വീഡിയോ എങ്ങനെ ചെയ്യുന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, എങ്ങനെ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ആ സ്റ്റെപ്പ് കറക്റ്റ് പറഞ്ഞത് അത് നിങ്ങൾക്ക് ഇവിടെ ഷോ ചെയ്യും. ഈ കാണുന്ന പ്രകാരം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചെക്ക് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഓക്കെ. ജസ്റ്റ് സിമ്പിൾ സ്റ്റെപ്പാണ്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക, OTP വരും, OTP അടിച്ചിട്ട് എന്ത് ചെയ്യുക, കയറുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ അല്ലെങ്കിൽ കുറച്ച് താഴോട്ട് മൊബൈലിൽ നോക്കുക. അപ്പോൾ കുറച്ച് താഴോട്ടേക്ക് ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്ക് യുവർ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ്, അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും, അത് എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കാണാൻ പറ്റും. ഇൻ കേസ് കാണുന്നില്ലെങ്കിൽ, നിങ്ങളുടെ പേരും ആപ്ലിക്കേഷൻ സ്റ്റാറ്റസൊന്നും കാണുന്നില്ല, താഴെ ഒരു നോ റെക്കോർഡ് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ട് ബ്ലിങ്ക് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ പുതിയ ആപ്ലിക്കേഷൻ ചെയ്യുക. അതല്ലേ പിന്നെ അവിടെ ഒന്നും കാണിക്കുന്നില്ല, ഒന്നും വരുന്നില്ല, ക്ലിക്ക് ചെയ്യാത്ത പോലെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ വീണ്ടും ഞാൻ പറയുന്നു പുതിയ ആപ്ലിക്കേഷൻ ചെയ്യാമെന്ന് തന്നെയാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യുക. നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ. കാരണം വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, വോട്ട് എന്ന് പറഞ്ഞാൽ ചെറിയ സാധനമല്ല എന്നുള്ളത് കൊണ്ടാണ്. ഏറ്റവും വലിയൊരു പവറാണ് നിങ്ങളുടെ ഓരോരാളുടെയും വിരൽ എന്ന് പറയുന്നത്. വോട്ട് ചെയ്ത സംഭവം അറിയാമല്ലോ, മാർക്ക്, അത് ചെറിയ കാര്യമല്ല. അവരവരുടെ തന്നെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ഉള്ള കെൽപ്പുള്ള ഒരു ആയുധമാണ്. അത് നിങ്ങൾ ഒരിക്കലും ആരുടെ കയ്യിലും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷിക്കണം. ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. ഗൂഗിൾ ക്രോമിൽ കയറുക, ടൈപ്പ് ചെയ്യുക വോട്ടേഴ്സ് പോർട്ടൽ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് അതിൽ ഫസ്റ്റ് ഓപ്ഷൻ വോട്ടർ അത് കണ്ട് ക്ലിക്ക് ചെയ്യുക, ഇതിൽ കിട്ടും. എന്നിട്ട് അതിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ നിലവിലെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുക. ക്യാപ്ച കോഡ് കൂടി കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ക്യാപ്ച കോഡ് കൊടുത്തതിന് ശേഷം റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. അപ്പോൾ ആ മൊബൈലിലേക്ക് OTP വരും, അത് എൻ്റർ ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ. ഇതിങ്ങനെ താഴോട്ടേക്ക് പോവുക. ഓക്കെ. അപ്പോൾ അതിൽ ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് അങ്ങനെ ഒരു ഓപ്ഷൻ വരും, അത് ക്ലിക്ക് ചെയ്യുക. അവിടെ റെഫറൻസ് നമ്പർ കൊടുക്കുക. ഓക്കെ. ജസ്റ്റ് റെഫറൻസ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ അല്ല, അക്നോളജ്മെൻറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ അതാണ് റെഫറൻസ് നമ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിങ്ങനെ ഓരോന്നോരോന്നിട്ട് ക്ലിയർ ആയിട്ട് നോക്കി എൻ്റർ ചെയ്യുക. അതിൽ അക്ഷരങ്ങളും ഉണ്ടാവും, നമ്പേഴ്സും ഉണ്ടാവും. ഇതിൽ O എന്നുള്ള അക്ഷരമാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്തത്, 0 ആണോ O ആണോ കൺഫ്യൂഷൻ ആവും. സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവരുടെ തമ്മിൽ വ്യത്യാസം. അത് കറക്റ്റ് എൻ്റർ ചെയ്യുക, ശേഷം സബ്മിറ്റ് കൊടുക്കുക. ഓക്കെ. കൊടുത്തു. ഒന്നുകൂടെ ഉണ്ട്, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇതാണ്ട നോ റെക്കോർഡ് ഫൗണ്ട്, നോ സച്ച് റെക്കോർഡ് ഫൗണ്ട്, ഇങ്ങനെ സാധനം ബ്ലിങ്ക് ചെയ്തിട്ട് പോയി. അല്ലെങ്കിൽ അവിടെ ഒന്നും വരില്ല. ഇപ്പോൾ ക്ലിക്ക് ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ, എന്നിട്ടൊന്നും വരുന്നില്ലല്ലോ. ഇത്ര സബ്മിറ്റ് ചെയ്താലൊന്നും വരില്ല. ഇങ്ങനെയുള്ള സിറ്റുവേഷനാണ് നമ്മൾ പറഞ്ഞെന്താണ് ഈ പറഞ്ഞ കാര്യം മാറ്റിച്ചിട്ടുണ്ട്. അതിൽ ഓയും എയും 0 തമ്മിൽ വ്യത്യാസം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ? നമ്പർ അടിച്ചാൽ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്നുകൂടെ റീഫ്രഷ് ചെയ്തിട്ട് ഒന്നുകൂടി നോക്കുക. അപ്പോൾ അതിൽ കാണാൻ പറ്റും. ഓക്കെ.
നമ്പർ കോപ്പി ചെയ്തൊന്ന് റിഫ്രഷ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നോ സച്ച് റെക്കോർഡ് ഫൗണ്ട്. അങ്ങനെ തന്നെ വരാൻ. അതിൽ O0 തമ്മിൽ വ്യത്യാസം മനസ്സിലായില്ല. കറക്റ്റ് റൗണ്ട് ആയിരിക്കും, 0 കുറച്ച് നീളത്തിലായിരിക്കും. അതാണ്. ഇന്നൊന്നും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ലോഗൗട്ട് ചെയ്തിട്ട് കയറി നോക്കുക. അങ്ങനെയാണ് ഇതിൽ ഈ പറഞ്ഞ മൊബൈൽ നമ്പർ കാണിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള കാര്യം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു നമ്പർ അടിച്ച് നോക്കാം. ക്യാപ്ച കോഡ് കൊടുക്കുക. റിക്വസ്റ്റ് OTP ഓരോ ഓപ്ഷൻ ഉണ്ടല്ലോ, തൊട്ട് താഴെയുള്ള ഒരു ഓപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് അക്കൗണ്ട് ഫൗണ്ട്. ക്യാപ്ച കോഡ് ഓക്കെ. ജസ്റ്റ് ഒന്നുകൂടി വെയിറ്റ് ചെയ്യാം. ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക. ഇതിൽ പ്രവാസികൾക്ക് അവർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ വേറെ ഉണ്ട്, തൊട്ട് മേലെ ഉള്ളത്. ഇപ്പോൾ കാണിച്ചിരുന്നു കൂടി. നാളെ അക്കൗണ്ട് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈൽ നമ്പർ ഉപയോഗിക്കുക, ഇമെയിൽ ID ഉപയോഗിക്കാം. ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് ഇമെയിൽ ID കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇമെയിൽ ID ചെയ്യാം. പ്രവാസികൾക്കും ഇപ്പോൾ ഗൾഫിലുള്ള ആൾക്കാർക്കും അങ്ങനെ തന്നെ ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുന്ന തൊട്ട് അവിടെയുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ഓവർസീസ് ഇലക്ടർ, ഇന്ത്യൻ ഇലക്ടർ എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ റെസിഡൻറ്റ് ഇലക്ടർ എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നാട്ടിലെ മൊബൈൽ നമ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഓവർസീസ് എടുത്തിട്ട് ഇമെയിൽ ID മാൻഡേറ്ററി വരെ ഇമെയിൽ ID എൻ്റർ ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എന്താ ഓവർസീസ് ഇലക്ടർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഇമെയിൽ ID ആണ് കൊടുക്കേണ്ടത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ. ഞാൻ എന്ത് ചെയ്യുന്നു, നിലവിൽ ഓപ്ഷൻ എടുത്തിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുന്നു, അതിലേക്ക് ആ ക്യാപ്ച കോഡ് കൊടുക്കുന്നു, OTP സെൻഡ് ചെയ്യുന്നു. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ നമ്മളെ പേര് കൊടുക്കാനാണ് വരുന്നത്. ആ പേര് ഫസ്റ്റ് നെയിമും സർനെയിമും കൊടുക്കുന്ന ലോഗിൻ സെൻഡ് കൊടുക്കുമ്പോൾ OTP വരും. ആ OTP അവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അത്രേ ഉള്ളൂ. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഒരു മൊബൈൽ നമ്പർ, പേര്, OTP, പരിപാടി കഴിഞ്ഞു. എന്നിട്ട് അത് വെരിഫൈ കൊടുക്കുക. അക്കൗണ്ട് ഓപ്പൺ ആയതിനു ശേഷം ഈ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ കാണിച്ച പോലെ താഴോട്ടേക്ക് പോവുക, ട്രാക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്യുക, റെഫറൻസ് നമ്പർ കൊടുക്കുക. സബ്മിറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ വേറെ നമ്പർ നോക്കിയതാണ്. അപ്പോൾ ഇതേപോലെ ഡാറ്റ കാണിക്കും. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ഏത് ഫോമാണ് ചെയ്തത്, എപ്പോൾ ഏത് ഡേറ്റാണ് ചെയ്തത്, സബ്മിറ്റഡ് സ്റ്റാറ്റസ് ഇത് മുഴുവനായിട്ട് തന്നെ കാണിക്കും. ആ റിയൽ ടൈം സ്റ്റാറ്റസിന് തൊട്ട് താഴെ കാണിക്കുന്നത്. ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ. ചില സമയങ്ങളിവിടെ BLO അസൈൻഡ് എന്ന് കാണിക്കും. ഓക്കെ. BLO അസൈൻഡ് പറഞ്ഞിട്ട് തൊട്ട് താഴെ കാണിക്കും. അപ്പോൾ BLOക്ക് പോയി എന്ന് മനസ്സിലാക്കാൻ പറ്റും. അത്രേ ഉള്ളൂ. വളരെ സിമ്പിളാണ് സ്റ്റാറ്റസ് നോക്കുക എന്നുള്ളത്. ഇതെല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് ക്ലിയർ ചെയ്യുക.